നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലാവ്ലിനിൽ പിണറായി കണക്ക് കൂട്ടിയത് തന്നെ സംഭവിച്ചിരിക്കുന്നു. 17-ന് മധ്യവേനൽ അവധിക്കായി സുപ്രീം കോടതി അടയ്ക്കും. ഇനി ജൂലൈ 8-ന് തുറക്കുകയുള്ളൂ. ലാവ്ലിനിൽ അന്തിമ തീർപ്പ് ഇനിയും വൈകും. ഇതുതന്നെയാണ് പിണറായിക്ക് വേണ്ടിയിരുന്നത്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു കേസ് 41 തവണ മാറ്റിവെക്കുന്നത്. കോടതിയും ജനങ്ങളെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കുന്നോ എന്ന ചോദ്യം ശക്തമാകുന്നു. അന്തിമവാദം കേൾക്കാൻ മെയ് 8-ന് ലിസ്റ്റ് ചെയ്തിരുന്ന കേസ് പൊടുന്നനെ മാറ്റുകയായിരുന്നു. മറ്റു പല കേസുകളുടെയും വാദം നീണ്ടുപോയതിനാൽ കേസ് പരിഗണനയ്ക്ക് എത്താതിരുന്നത്. ഒന്ന് ഓർക്കണം, ഒരു ജനപ്രതിനിധി, അതിലുപരി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെട്ട അഴിമതി കേസാണ് 41 തവണ മാറ്റിവെച്ചിരിക്കുന്നത്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു? അഴിമതി ആരോപണത്തിൽപ്പെട്ട മുഖ്യമന്ത്രി ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തുടരെ എത്രയോ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി. മെയ് മാസത്തിൽ തന്നെ 3-ാം തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത്. എത്ര നീതികേടാണിതെന്ന് വലിയ മുറവിളി ഉയർത്തുകയാണ് ജനങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരായതുൾപ്പെടെ SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് നീളും. ജഡ്ജിമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ 111-ാം കേസായി ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും വാദം കേൾക്കാൻ എടുത്തില്ല. ഏതാനും ദിവസങ്ങളായി ഇത് തുടരുകയാണ്. കേസ് അനിശ്ചിതമായി നീളാനുള്ള സാഹചര്യമാണ് ഇതൊരുക്കുന്നത്. CBI നൽകിയ അപ്പീലിലും കഴിഞ്ഞ ദിവസം അന്തിമവാദം നടന്നില്ല. 41-ാം തവണയാണ് കേസ് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യുന്നത്. അന്തിമവാദത്തിനായി കഴിഞ്ഞ ദിവസം 111-ാമത്തെ കേസായി പട്ടികയിൽ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു കേസുകളുടെ വാദം നീണ്ടുപോയതിനാൽ കേസ് പരിഗണിച്ചില്ല. ബുധനാഴ്ച ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇതേ കാരണത്താൽ പരിഗണനയ്ക്കെത്തിയില്ല. അന്തിമവാദം കേൾക്കാൻ മെയ് 1-2 തീയതികളിലായി നടക്കുമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നുവെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. കേസ് പരിഗണിക്കണമെന്ന് CBIയും ആവശ്യപ്പെട്ടില്ല. CBIക്ക് പണ്ടത്തെ ഉഷാറൊന്നും ഇപ്പോൾ ലാവ്ലിനിൽ ഇല്ല. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഈ മാസം 17-ന് മധ്യവേനൽ അവധിക്കായി അടയ്ക്കുന്ന സുപ്രീം കോടതി ജൂലൈ 8-നാണ് ഇനി തുറക്കുന്നത്. അതിനാൽ അന്തിമ തീർപ്പ് നീണ്ടു പോകും. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ CBI അപ്പീലും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള മറ്റു പ്രതികളുടെ ഹർജികളുമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ വീണ്ടും പ്രതികളാക്കണമെന്നാവശ്യപ്പെട്ട് 2017 ഡിസംബറിലാണ് CBI സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. 2018 ജനുവരി 1-ന് നോട്ടീസ് അയച്ചു. കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ടെന്ന കാരണം പറഞ്ഞ് കക്ഷികൾ കേസ് മാറ്റിവെക്കാൻ അപേക്ഷ നൽകാൻ തുടങ്ങിയതോടെ വാദം കേൾക്കൽ അനന്തമായി നീണ്ടുപോകുകയായിരുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കേസ് വാദം കേൾക്കാൻ ലിസ്റ്റ് ചെയ്യും, അവസാന നിമിഷം മാറ്റിവെക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് തന്നെ നാണക്കേടാകുന്നില്ലേ ഈ നടപടിയെന്ന് ആക്ഷേപം. ഇവിടെയാണ് മോദി പിണറായി കൂട്ടുകെട്ട് ചർച്ച ചെയ്യേണ്ടത്.